ഇനി ആ കൊച്ചും ഒരു കച്ചവട ചരക്ക് യൂട്യൂബിൽ അവൻ്റെ ആരെയും എവിടെയും കാണാനില്ല. അവൻ്റെ വേറൊരു ആരോപണം എന്ന് വെച്ചാൽ ഈ അശ്വിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരും വന്ന്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇതെന്താ ഇത്? പ്രസവമൊക്കെ പബ്ലിക്കായിട്ട് കാണിക്കുന്നു, ലൈവായിട്ട് കുടുംബത്തോടൊന്ന് പ്രസവം കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്തായി ഓസി ടോക്സിലെ നമ്മുടെ ദിയാകൃഷ്ണയ്ക്ക് എന്താ? അല്ല, ഇത് ഞാൻ ചോദിക്കുന്നല്ല കേട്ടോ, സോഷ്യൽ മീഡിയയിൽ കുറച്ച് അവരാളെ ടീംസുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ നോക്കിയിടത്തോളം ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ കേരളത്തിൽ വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട്, അടിവരായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീത്വമാണെന്ന് അടിവരായിട്ട് പറയാം. അത് നമ്മുടെ ദിയാകൃഷ്ണനെ കുറിച്ചാണ്. വേറെ ഒന്നും കൊണ്ടല്ല. പുരുഷന്മാർക്ക് ഇന്നും ലേബർ റൂമിൻ്റെ അത് പറയാം, മറ്റ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല. എൻ്റെ വൈഫിൻ്റെ ഡെലിവറി സമയങ്ങളിൽ രണ്ട് ഡെലിവറി നടന്ന സമയത്തും എനിക്കകത്തേക്ക് എന്നെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതറിയാം. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പെയിൻ അനുഭവിച്ചിട്ട് ഈ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രം പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം, ആ ഒരു വേദന, ആ ഒരു സാഹചര്യം, അത് ചിലപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയും ഒരു സ്ത്രീ ഒരു അമ്മയായിട്ട് മാറുന്നൊരു നിമിഷം, അതിന് ഭാഗ്യമില്ലാതെ പോയി ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും ആ ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എന്നാൽ ഈ ഒരു പെൺകുട്ടി ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, ആ കുട്ടിയും ആ കുടുംബവും, എസ്പെഷ്യലി അതിൻ്റെ പങ്കാളിയായിട്ടുള്ള അശ്വിൻ, എനിക്ക് അശ്വിനോട് ഭയങ്കരമായിട്ടുള്ളൊരു മതിപ്പാണ് ഉള്ളത്. സീരിയസ് ആയിട്ട് ഞാൻ പറയാമല്ലോ. എന്തൊരു പയ്യനാ. അത് പാട്ടൊക്കെ പാടി എന്തൊക്കെ തരത്തിലാണ് അവളെ സമാധാനിപ്പിച്ച് കൂടെ നിന്ന്. നമ്മളിപ്പം ഒരു കപ്പിൾ, ഇപ്പം ഈ അടുത്ത കാലത്ത് കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് പോകുന്ന കപ്പിൾസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിരിക്കണം. ഈ ഒരു വീഡിയോ ഞാൻ ഹൈലി റെക്കമെൻഡബിൾ വീഡിയോ ആണ്. കാരണം മറ്റ് പ്രോഡക്റ്റുകൾ, പ്രൊമോഷൻസും മറ്റത് സംഭവത്തിനെ പോലെയൊന്നും അല്ല. നമ്മൾ ഈ മേക്കപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. വിമർശനത്തിലേക്ക് വരാം. പക്ഷേ ഇവിടെ എന്താ അറിയാമോ, ഒരു സ്ത്രീ അമ്മയാവുന്നത് കാണിച്ചു തരിക. നിറവയറോട് ഒരു പെൺകുട്ടി പോയിട്ട് പ്രസവിച്ചതിന് ശേഷമുള്ള ആ മൊമെന്റ്സും ആ സമയത്തുണ്ടാകുന്ന പെയിനൊക്കെ നമ്മളെ മുമ്പിൽ കാണിച്ച്, ഒരു സിനിമയോ ഒരു സംഭവങ്ങളൊന്നും അല്ല, ജീവിതമാണ്, റിയൽ ലൈഫാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ലൈവായിട്ട് തന്നെയാണ് കാണിച്ചത് ആ കുട്ടി. എന്താ കുഴപ്പം അതിന്? ഇത് കാണുന്ന ഒരു കൂട്ടം ആൺകുട്ടികൾ, ഇത് കാണുന്ന എത്ര ലക്ഷം പേര് കണ്ടു? 37 ലക്ഷം പേര് കണ്ടു. വാവ്, ഗ്രേറ്റ്. ഇതിനെക്കാട്ടും കൂടുതൽ നമ്പർ 1 ട്രെൻഡിങ്ങിൽ നിൽക്കുക. അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് കാണുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവണം എന്താണ് ഒരു പെണ്ണ് അനുഭവിക്കുന്ന പെയിൻ എന്നുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികൾ, വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പെൺകുട്ടികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെയാണ് ആ ഒരു സാഹചര്യങ്ങളിൽ വേണ്ടതെന്നുള്ള കാര്യം ഒക്കെ. ഹാറ്റ്സ് ഓഫ് ദ എൻ്റയർ കെ ഫാമിലി. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. അപ്പം ഇതിൻ്റെ ചെറിയ വിമർശനങ്ങൾ, അവരെയൊക്കെ നമുക്ക് തള്ളിക്കളയാം, നമുക്ക് കേൾക്കാം. ആദ്യം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൊമെന്റ് കാണിച്ചു തരാം. എനിക്ക് ഈ വീഡിയോ കേട്ടപ്പോൾ ഭയങ്കര, ഇന്നലെ കണ്ടു ഞാൻ, എന്താണ് ഇത് വീഡിയോ ചെയ്യുന്നത്. അത്തിന്തോം തിന്തിയും തോന്തന തിന്താനീനന്തോം തകതിന്തോം തിന്തിയും തോന്തന തിന്താനീനന്തോം. മ്യൂസിക് ഒക്കെ ഇട്ട് പാടുക. തന്നെ കാണാൻ പോലും വയ്യ, ക്യാമറയ്ക്കകത്ത് വന്ന് കിടന്ന. ഇത് നമുക്ക് ജനിക്കാൻ പോണ കുട്ടിയുടെ അടുത്താണ് ആക്ച്വലി എനിക്ക് പറയണ്ട. നിന്റെ അമ്മ ഇവിടെ കിടന്ന് പാടണം കേട്ടോ. സോ ഫ്യൂച്ചറില് നീ നോക്കണം എത്ര പാടുപെട്ടാണ് ഇവിടെ ഇരിക്കണേന്ന്. എല്ലാരും പാടുപെട്ട് തന്നെയാ പ്രസവിക്കുന്നത്. നമുക്ക് നമ്മുടെ ആ കൊച്ചിനോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇത്. അപ്പോ ഭയങ്കര പാടുപെടാണ്ടിരിക്കണം. സോ ഓൾവേസ് റിമെമ്പർ ദിസ്. നിനക്ക് വിവരം പറഞ്ഞ പ്രായത്തിൽ ഞാൻ ആക്ച്വലി നീ ഇത് കാണണം. പക്ഷെ എല്ലാം ഓക്കെ ആവും. ഓക്കെ, വി വിൽ ഗെറ്റ് ദേർ. വി വിൽ മീറ്റ് യു സൂൺ. യാ. ആ ചെറുക്കനുണ്ടല്ലോ, ഒരു ജെമ്മെന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു ജെമ്മ. ഞാൻ നമ്മുടെ ദിയയുടെ കേസല്ല, ഞാൻ ഈ നമ്മുടെ അശ്വിൻ്റെ കേസാണ് പറയുന്നത്. എന്തൊരു പയ്യനാണെന്നറിയോ. ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസ് വർക്കൗട്ട് ആയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് ഇന്നലെ കണ്ട സമയത്ത് എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. കാരണം ഇപ്പം ഇത് കാണുന്ന ആൾക്കാരിൽ മക്കളുള്ള അച്ഛനമ്മമാരുണ്ടാവും, ചിലപ്പം വളരെ അടുത്തുണ്ടാവുന്നവരുണ്ടാവും, ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളും ഒക്കെ ഇത് കാണുന്നുണ്ടാവും. സോ എന്തായിരുന്നാലും ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പ് നമ്മുടെ കുഞ്ഞ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വരുന്നു, അഥവാ വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ സമയം വരെ അതിനുശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, എനിക്ക് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ രണ്ടാമത്തതിൻ്റെ അകത്ത് സിസേറിയനിലേക്ക് വന്നു.
നോർമൽ ഡെലിവറി കിട്ടാത്ത സാഹചര്യങ്ങളുള്ളതും സിസേറിയനിലേക്ക് വരുന്നതും ചിലതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ ഒരു പെയിൻ അനുഭവിക്കാത്തവർക്കൊന്നും ഇത് പറഞ്ഞ് മനസ്സിലാവണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് മനസാക്ഷി മനുഷ്യത്വം ഇല്ലാത്തവരെന്നല്ല എൻ്റെ അർത്ഥം. എന്നാലും അത് അനുഭവിച്ചറിയുമ്പോൾ ഒരു സംഭവമുണ്ട്. അപ്പം അവിടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്ന ഏറ്റവും ആ വീഡിയോയിൽ ഏറ്റവും പ്രസക്തമായൊരു ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. നീ എന്തെങ്കിലും വിവരം വെക്കുന്ന സമയത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ബേബിയോടാണ് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ ഓസി പറയുന്നുണ്ട് എല്ലാ സ്ത്രീകളും ഇതുപോലെ തന്നെയാണ്. സംഭവം ശരിയാണ്, എല്ലാ സ്ത്രീകളും ഇതുപോലെ പെയിൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല, ലോകത്തിൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആനിമൽസിൽ അല്ലെങ്കിൽ മനുഷ്യനിലായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ട് ജനിക്കുന്ന ജീവി ഏത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്ന് അറിയാമോ? അഥവാ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന ഈ ജീവി, പ്രസവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന ജീവി എന്നറിയാമോ? മനുഷ്യനൊന്നുമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഹൈനാസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഹൈന വിമൺ നമ്മുടെ എന്താണ് ലീഡ് ചെയ്യുന്നത് ഫീമെയിൽസ് ആണ്. ഫീമെയിൽ ഹൈനാസ് ആണ് ലീഡ് ചെയ്യുന്നത്. അഥവാ ഡോമിനേഷൻ എന്ന് വെച്ചാൽ അത് ഫീമെയിൽ ആണ്. അവിടെ ഈ ഹൈനാസിൻ്റെ അകത്ത് ഒരു സ്യൂഡോ പെനിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അവർക്ക് ജനറ്റിക്കലി വജൈന എന്ന് പറഞ്ഞ സാധനം ഇല്ല, ഏത് ഈ പറയുന്ന ഹൈനാസിന് ഇല്ല. അതുകൊണ്ട് ഒരു സ്യൂഡോ പെനിസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്ത് ഒരു 1 ഇഞ്ച് ഡയമീറ്റർ മാത്രം, അഥവാ ഇത്രയുള്ള ആ ഒരു സ്പേസിൻ്റെ അകത്തൂടെയാണ് ഒരു ഹൈന ഏതാണ്ട് 1 കിലോഗ്രാം വരുന്ന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനകത്ത് ഈ പ്രസവത്തിലെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഒരു 60% ഈ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ ലേബറിൽ തന്നെ ഈ സ്ത്രീ അഥവാ ഈ പെൺ ഹൈന മരണപ്പെടും. ഓക്കെ, അതല്ല എങ്കിൽ ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി മരണപ്പെടും. അങ്ങനെ പല സാഹചര്യങ്ങൾ. അപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂവലായിട്ടുള്ള ഒരു പ്രസവം ഉണ്ടെങ്കിൽ അത് ശരിക്കും ഹൈനാസിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ഈ മനുഷ്യൻ്റെ പ്രസവവും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ പരിഹസിക്കാനും കളിയാക്കാനും കഴിയുന്നവർക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു, പക്ഷെ ചിരി വരുമ്പോഴത്തേക്കും വേദന വരുമ്പോൾ ഞാനങ്ങ് ചിരി പതുക്കെ അങ്ങ് നിർത്തും. കോമഡി ഒക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ആള്. അച്ഛനെന്താ ലഞ്ചിന് ഓർഡർ ചെയ്തത്? വെജിറ്റേറിയൻ കണ്ടോ, കോമഡിയൊക്കെ പറഞ്ഞ് കൂടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. അപ്പം ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടെ വേണ്ടതും ഈ പറയുന്ന പുള്ളിക്കാരൻ തന്നെയാണ്. അതിന് പകരം വേറെ ആരും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ലൈഫിൻ്റെ അകത്തും അങ്ങനെ സാഹചര്യം ഉണ്ടാവണം, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ. ചിലപ്പോൾ നമ്മൾ എത്രയോ പ്രവാസികളുടെ കഥ കേൾക്കുന്നുണ്ട്, കുഞ്ഞ് ജനിക്കുന്ന സമയത്തും പ്രവാസ ജീവിതത്തിൽ മുഴുകി അവർ ജോലി ചെയ്യുന്നുണ്ടാവും. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പ്രവാസത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം പുരുഷനും സ്ത്രീയും ഒക്കെ പ്രവാസ ജീവിതത്തിലേക്ക് ഏർപ്പെടും. നാട്ടിൽ വന്ന് ജീവിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് അവിടെ നിന്നുണ്ടാക്കുന്ന പൈസ കൊണ്ട് കുടുംബം നോക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണല്ലോ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഒരു 2-3 വർഷമൊക്കെ അവർ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോയി ജോലി ചെയ്തിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരു സ്ത്രീയാണ് പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നതെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച് എന്തൊക്കെ പറയും? അതുപോലെ തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിലും സെറ്റിൽ ആവാന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ ഇത്ര നാൾ കൊച്ചിനെ കാണാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ നാട്ടിലുണ്ടെങ്കിലേ അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിന്റെ ഒരു വേറൊരു ചാപ്പയൊക്കെ ഉണ്ട്. സോ ഇത് പറഞ്ഞു പോയതാണ് പല സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ബാക്കിയേക്കാം. കഴിച്ചാലേ കഴിക്കാം. അത് കൊള്ളാം. ഇപ്പം ജനനങ്ങൾ ഒരുപാട് നടന്നു. ഒരു കുഞ്ഞ് മാത്രമല്ല ജനിച്ചത്, ഒരു അപ്പൂപ്പ ജനിച്ചു, ഒരു അമ്മമ്മ ജനിച്ചു, ഒരു കുഞ്ഞമ്മ ജനിച്ചു, ഒരു വല്യമ്മ ജനിച്ചു, ഒരു അമ്മ ജനിച്ചു, ഒരു അച്ഛൻ ജനിച്ചു. അങ്ങനെ ഒരുപാട് ജനനങ്ങളാണ് ഈ ഒരൊറ്റ മൊമെന്റ് നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രൈം മൊമെന്റ് ഇതാണ്. ലൈഫിലെ നമ്മൾ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് പിന്നീട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇവിടെ ഈ ഒരു പ്രസവം ഇതെടുത്തൊരു വീഡിയോ ആക്കി വ്ളോഗാക്കി ഇട്ടിരിക്കുന്ന സമയത്ത് സമൂഹത്തിന് പഠിക്കാൻ ഒരു ദീപശിഖയാണിത്. ഇത് നമുക്ക് കാണാം, ഒരു നാഴികക്കല്ലാണിത്. ഇത് ഇവിടെ ഈ ഘട്ടങ്ങളിൽ കടന്നു വരുന്നവർക്ക് ഇത് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യത്തിന് ഒരു അനുഭവം ഒരാൾ പറഞ്ഞു തരുന്നു, നമുക്ക് അറിയാം. ഓക്കെ, അത് നമ്മൾ ആ സെൻസിലെടുക്കണം, അത് അങ്ങനെ തന്നെ എടുക്കണം. പ്രസവം നടക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ലേബർ റൂമിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം ഇന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഈ ഒരു കാര്യം ഈ ഒരു കുടുംബത്തോടൊന്ന് കാണുന്നു. അവിടെ ആ പെയിൻ, ആ പെൺകുട്ടി അവിടെ കിടന്ന് അനുഭവിക്കുന്ന എല്ലാ അമ്മമാരെയും ചേർത്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും അഥവാ കാണുന്ന അമ്മമാരെയും പ്രസവിച്ചിട്ടുള്ളതും പ്രസവിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാവരോടും പറയുകയാണ്,
ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു സാധനം ആ ഒരു പെയിൻ അനുഭവിക്കുന്ന ആ സ്ത്രീയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ആ പെയിനിൻ്റെ ആഴം നേരിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമായിരിക്കാം നമ്മൾ ശരിക്കും ഈ സ്ത്രീകളോടുള്ള ക്രൂരതകളും സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു റിയലൈസേഷൻ വരണം. ആണുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ, സത്യമാണ്. എന്നാൽ ഒരു പെണ്ണ് അനുഭവിക്കുന്ന അത്രയൊന്നും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്ത് നമ്മുടെ കുട്ടിയെ നോക്കുമായിരിക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വലിയ കാര്യമാണ്. പക്ഷേ എങ്കിലും ഒരു സ്ത്രീ ഒരു 8-9 മാസം ആ വയറ്റിൻ്റെ അകത്ത് ആ കുഞ്ഞിനെ കൊണ്ടു നടന്ന് അതിനൊരു പോറൽ പോലും ഏൽക്കാതെ അതിനവസാനം ആ ഒരു പ്രസവിക്കുന്ന മൊമെൻ്റ് വരെ ചെയ്യുന്നതിനോടും വരുന്നുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വില കുറഞ്ഞതൊന്നും പെണ്ണ് വില കൂടിയൊന്നും അല്ല. ഇവിടെ ഒരു മ്യൂച്വലി ഒരു സാധനമാണ് റെസ്പെക്റ്റ്. കാരണം ചിലയിടത്തെങ്കിലും സ്ത്രീകളെ ഭയങ്കരമായിട്ട് ടാർണിഷ് ചെയ്ത് ഒരു വിലയും കൊടുക്കാതെ അവരെ നശിപ്പിച്ച് നാമാവശേഷമാക്കി വന്ന് ഏറിയവളെന്നും നശിപ്പിച്ചവളെന്നും കുടുംബം നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീകളെ കൊല്ലാക്കൊല ചെയ്യാറുണ്ട്. ഇവിടെ മനസ്സിലാക്കണം, അമ്മയില്ലെങ്കിൽ മക്കളില്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഇന്നാണ് ഡേ 1 എൻ്റെ ഫാദർ. സോ അതെൻ്റെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് സൂപ്പർ ആയിരുന്നു. പിന്നെ എന്താ പറയാ, അത് ഓസി എനിക്ക് ഒരിക്കൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓസി ജനിച്ച അമ്മൂമ്മ കുഞ്ഞിനെ കാണാൻ ഇന്നലെ കണ്ടോളാൻ വയ്യായിരുന്നു. രാത്രി ഇച്ചിരി ചോദിച്ചാണ് രാത്രി വരണമെന്ന്. എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി, നിങ്ങളും ഈ കാണുന്ന നല്ല മനസ്സുള്ള എല്ലാ ആൾക്കാരും ഹാപ്പിയാണ്. എന്നാൽ അസ്വസ്ഥതയുള്ള ആൾക്കാരുടെ കഥകൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് അതും കൂടെ കണ്ടുകൊണ്ട് പോകാം. ദിയ കൃഷ്ണയും അച്ഛനും അമ്മയും ആൺകുഞ്ഞാണ് ഇവർക്കും പിറന്നത്, ബേബി ബോയ്. ഓക്കെ, ആൺകുട്ടിയാണ് ജനിച്ചത്. ഓക്കെ, വളരെ സന്തോഷമുള്ള കാര്യം. അങ്ങനെ കൃഷ്ണകുമാർ വീട്ടിൽ ഒരാൺതിരി, കാരണം അദ്ദേഹത്തിന് മൊത്തം പെൺകുട്ടികളാണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഈ നാട്ടിൽ വേറെ പെൺപിള്ളേർ ആരും പെറ്റിട്ടില്ലേ, ആരും ഗർഭം ധരിച്ചിട്ടില്ലേ, ഇവർക്ക് 2 കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ലോകത്ത് ഇതുവരെയുള്ള എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ പ്രസവിക്കുകയും മുട്ടയിടുകയും ഒക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല, സ്വയംഭൂ ആവുന്നില്ല. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും മറ്റൊന്നും ഉണ്ടാവുന്നതല്ല. അവർ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഇവരുടെ പ്രസവമാണ്. ഇതിനകത്ത് എന്താണ് ഇത് നെഗറ്റീവായിട്ട് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു കമൻറ്റ്. ഈ നല്ല വിഷയത്തിൽ അതും ഒരു കുഞ്ഞ് പിറന്നതിന് ആശംസകൾ കൊടുക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുഞ്ഞിനെ ഉൾപ്പെടുത്തുക, ഇതൊക്കെയാണ് വേണ്ടത്. കുറച്ച് പേര്, എല്ലാവരെയും അല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം, തലകുത്തി നിൽക്കണോ, നിങ്ങൾ എന്നെ വേണമെന്ന് കാണിക്കൂ, ആ കുഞ്ഞിനെ വെറുതെ വിട്. എന്തായാലും അച്ഛനും അമ്മയ്ക്കും മാലാ കുഞ്ഞിൻ്റെ ആശംസകൾ. വെരി ഗുഡ്. അതാണ്. നാളെ പാറശാല മുതൽ കാസർഗോഡ് വരെ ബൈക്ക് റാലിയും പായസ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. എനിവേ ഗോഡ് ബ്ലസ് യു വാവേ. എന്തിനാണോ ഇത്രയും നല്ലൊരു കമൻറ്റിൻ്റെ മുകളിൽ ഇതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഗോഡ് ബ്ലസ് യു വാവേ എന്നൊക്കെ ഇട്ടേക്കുന്നത് എനിക്കറിയത്തില്ല. എന്താ പറയുക, നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും, നാട്ടുകാരെന്ത് വേണം, അവർക്ക് കുട്ടി ജനിച്ചതിന് ജനങ്ങൾ തലകുത്തി മറിയണം, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന് അത് സ്കിപ്പ് ചെയ്ത് പോയാൽ പോരാ. എന്താ അഭിപ്രായം എല്ലാവർക്കും പറയാം. ഇനി എന്ത് പറയുക, അത് അവരുടെ മാത്രം. ഇനി ആ കൊച്ചും ഒരു കച്ചവട ചരക്ക് യൂട്യൂബിൽ, അവൻ്റെ ആരെയും എവിടെയും കാണാനില്ല. അവൻ്റെ വേറൊരു ആരോപണം എന്ന് വെച്ചാൽ ഈ അശ്വിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരും വന്നിട്ടില്ല, അവൻ്റെ ആരെയും കാണാനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് അവർ നോക്കിയാൽ പോരെ, നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ദിയ കൃഷ്ണ മേക്കപ്പ് ഇട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ഇതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ ചോയ്സ് അല്ലേ? ഇതിനകത്തൊക്കെ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? ലോകത്താദ്യമായി കുട്ടി ജനിച്ച് വേറെ ആർക്കും കുട്ടികളില്ല, ഇല്ലേ കുട്ടികളൊന്നും. അവർക്ക് ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. പിന്നെ ഫസ്റ്റ് ബോണും അതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ എപ്പോഴും സ്പെഷ്യലാണ്. അതൊക്കെ വ്യക്തിപരമാണ്. സമാധാനം, ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്താണോ ഇത്രയും അസ്വസ്ഥ ജനങ്ങൾ ആദ്യമായിട്ടാണ് ലോകത്തിൽ അച്ഛനും അമ്മയും ആകുന്നത്. എന്തായാലും കൊള്ളാം. ഈ ബഹുജനം പലവിധം, നമ്മളതിനെ ആ സെൻസിൽ കണ്ടാൽ മതി. ഇവരെയൊന്നും നേരെയാക്കാന്ന് വെച്ചാൽ മറ്റേ കോഴിക്ക് മുല വരുന്നു എന്ന് പറയുന്നത് പോലത്തെ പരിപാടി, അതുകൊണ്ട് നടക്കാത്ത കാര്യം. സോ വേസ്റ്റാണ്. ഓക്കെ, അപ്പം എന്തായിരുന്നാലും അശ്വിനും ഓസി നമ്മുടെ ദിയ കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ KK കൃഷ്ണകുമാർ ഫാമിലിക്കും ആ ഒരു നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്ന ആ മാലാഖ കുഞ്ഞിനും, അതായത് ഇപ്പം ജനിച്ചിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനും എന്താ പറയുക, 1000 ആശംസകൾ. ആ കുഞ്ഞ് ദീർഘായുസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയ്ക്ക് പെട്ടെന്ന് ഇതെല്ലാം ക്ലിയറായി അമ്മയും റെഡിയായി വരട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ അവർക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇതുപോലെ അമ്മമാർക്കും അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇനിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടട്ടെ എന്നും ജീവിതം നന്നായിട്ട് വരട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
എന്തോ ഭയങ്കര ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് പോലെ തോന്നി. കാരണം ഒരു ഇൻഫ്ലുവൻസർ എന്തായിരിക്കണം എന്ന് വെച്ചാൽ അവ തൻ്റെ സന്തോഷ നിമിഷങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കൊപ്പം തൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മൊമെൻറ്റ് അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ് അത് കാണിച്ചേക്കുന്നത്. അതിനകത്തൊരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.